വളരെ ബുദ്ധിമുട്ടിയാണ് ഗോപാലൻ മുതലാളിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത്. പക്ഷേ പ്രായമായ ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ കള്ളന്മാരും കാമുകന്മാരുമായ യുവാക്കളെ ജോലിക്ക് നിർത്തുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഗോപാലൻ മുതലാളിയുടെ വീട്ടിലാണെങ്കിൽ മുരളി ജോലിക്ക് വരില്ല. അപ്പോ പ്രശ്നം കുറച്ചു കുറയും. ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഒരു ജീപ്പ് ഡ്രൈവറായിട്ടാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. കാക്കിയിടുന്നതിൽ വിഷമമുണ്ടോ? അപ്പോൾ ഭാവിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും അക്കൗണ്ട് സെക്ഷനിലാണ്. ബുദ്ധിയുള്ളതുകൊണ്ടായിരിക്കും. അല്ല, തീരെ ബുദ്ധി കുറഞ്ഞവരെയാണ് ഗോപാലൻ മുതലാളിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി മുതൽ അത് നിങ്ങളാണ്. പിന്നൊരു കാര്യം, വളരെ മോശം സ്വഭാവക്കാരനാണ് ഗോപാലൻ മുതലാളി. കണ്ടും അനുസരിച്ച് നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത് എന്ന് വെച്ച് ഗമയ്ക്കൊന്നും കുറയ്ക്കണ്ട. നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ തന്നെ പറ്റുള്ളൂ. അപ്പോ ആൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മുരളി സക്സസ് ആടാ, സക്സസ്. ആ പരട്ട മുതലാളി സമ്മതിച്ചടാ. വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. നീ ഉണ്ടാവരുന്ന ഒറ്റ കണ്ടീഷനിലാണ് വക്കീല് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അന്നം തരുന്നവൻ ദൈവം എന്നാ ചൊല്ല്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജോലി ശരിയാക്കി തന്ന വക്കീല് ഞങ്ങൾക്ക് ദൈവം തന്നെ. പക്ഷെ എനിക്കൊരു അപേക്ഷ ഉണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ജോലിക്ക് പോകരുത്. അതെന്റെ ഇമേജിനെ ബാധിക്കും. അതിന് നീ വരുന്നില്ലല്ലോ. അതല്ല, നിങ്ങൾ പോയാലും എനിക്ക് പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആണല്ലോ. അത് ശരി, കാമുകിയുടെ മുമ്പിൽ നിന്റെ ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ ജോലി ഉപേക്ഷിക്കണം. അയ്യോ അതല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ട്രൈ ചെയ്യാം. വൺ വേ പ്രേമവും ഇല്ലാത്ത ഇമേജും കൊണ്ട് നീയോ നശിച്ചു. ഇനി ഞങ്ങളെ കൂടി തൊലക്കണോ? ഞങ്ങള് പോവും. മാത്രമല്ല, ഞങ്ങളുടെ ഈ ജോലിക്ക് എന്തെങ്കിലും തരത്തിൽ നീ ഒരു പ്രശ്നമായാ ദൈവത്താണ് ഞങ്ങൾ നിനക്കിട്ട് പാരവണിയും. ആ പടാ, വേറൊരു വഴിയില്ലാണ്ടാ. ഒന്നുകൂടി സ്റ്റൈലാവായിരുന്നു. ഒരു ചീപ്പും കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ. 2 ചീപ്പ് കൂടെ ഉണ്ടല്ലോ അല്ലേ? നിക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഡോറല്ല, ഗേറ്റ്. ഗേറ്റ്. പ്ലീസ് ഫോളോ മീ. ടെറസിന്റെ മുകളിലോ. ഇത് മൂത്തതാ, ഇതേളേത്? ഏട്ടോ ഏട്ടാ, പട്ടി കടിക്കോ? ഒരയ്ക്കുന്നോണ്ട് ചോദിച്ചതാ. ഇങ്ങനെ പോരെ, പട്ടി കടിക്കൂല. കടിക്കില്ലേ പിന്നെ എന്തിനാ വളർത്തുന്നേ? പട്ടാ പകല് കുറുക്കന്മാര് ഈ വേഷത്തിൽ വന്ന പിന്നെ ഏത് പട്ടിയാ കൊരക്കാതിരിക്ക? കൊരക്കാതെ പട്ടി ഇവരാ പണിയൊക്കെ നിർത്തി. ഹലോ, പട്ടിക്ക് വരെ ഇഷ്ടമില്ലാണ്ടായി. മുതലാളി കടിക്കൂല, കൊര മാത്രമേ ഉള്ളൂ. കവലെ പിടിച്ച് കെട്ടിയിട്ടപ്പോ കാണാൻ കഴിഞ്ഞില്ല. നല്ല രസമായിരുന്നു ഇവിടുത്തെ സന്ധ്യക്കുഞ്ഞ് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൊക്കെ കവലെ കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം. മനസ്സിലായി. എന്റെ വക്കീൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മോളുടെ അച്ഛൻ മില്ലി പോയതാ, ഇപ്പൊ വരും. ഇങ്ങോട്ട് കയറി ഇരുന്നോളൂ. ഇടാൻ പെട്ടേനേക്കാളും പാടാണ് ഊരാൻ. ഇനി വേണ്ട. നല്ല സ്ത്രീ അല്ലേ? മൂപ്പ് കുറവാ അവർക്കോ? പഴയ പോലെ കായ്ക്കണില്ല. നാരായണ, വിളിക്കുന്നു. ഓ, നമ്മുടെ കോഴികൾ ഇവിടെ സൂക്ഷിക്കണം കേട്ടോ, കുറുക്കന്മാരൊക്കെ ഉള്ളതാ. റാങ്ക് ലിസ്റ്റ് പേരുള്ള എന്റെ ഒരു ഗതികേടേ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, കാലത്തെ റെയ്ഡ് പാർട്ടികളോ? ഇൻകം ടാക്സും സെയിൽ ടാക്സും എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്നാ തോന്നണേ. പ്രഷറും ഷുഗറും പൈൽസും ഒക്കെ ഒരുമിച്ച് വന്ന പോലെ. ഒന്ന് അയ്യ, വരുന്നത് കണ്ട പെണ്ണ് കാണാൻ വന്നാല്. കോഴിമുട്ട ഇഷ്ടല്ലേ? എന്താ കഴിക്കാറില്ലേ?
ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താടാ നോക്കുന്നത്? വേണമെങ്കിൽ എടുത്ത് കഴിക്ക്. എടാ ഇത് കംപ്ലീറ്റ് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് തോന്നണത്. മണ്ണാങ്കട്ട വേണേ തിന്നടാ. അല്ല ഇതെവിടുന്ന് ഈ വഴി? നമ്മള് പരിപാടിയിൽ ആവൂടി എല്ലാം ഒളിപ്പിച്ചോ. എന്തോന്ന് ഒളിപ്പിക്കാൻ? എടി മൂദേവി, പണ്ടവും പണവും ഒക്കെ പത്തായത്ത് വെക്കേ. പുറത്തിരിക്കുന്ന ആരാന്നറിയാവോ? അയ്യോ പാവങ്ങളാ. കോഴികളെ അല്ലാതെ പണ്ടവും പണവും അവര് മോഷ്ടിക്കില്ല. കോഴികളോ? മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇന്നലെ വക്കീല് പറഞ്ഞ പിള്ളേരാണത്. പിടി 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 പിടി.